Next question വരുന്നത് the lifting power of a magnet is. Okay. ഒരു മാഗ്നറ്റിന്റെ ലിഫ്റ്റിംഗ് പവർ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ആ ഒരു ഇക്വേഷൻ ആണ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പി സ്ക്വയർ എ ബൈ 2 μ0. ഓപ്ഷൻ ബി എ സ്ക്വയർ ബി ബൈ 2 μ0. ഓപ്ഷൻ സി b square a by 4 μ0, and option D a square b by 4 μ0. ഓക്കെ, സോ ഇതിൽ ഏതാണ് ആൻസർ നമുക്ക് നോക്കാം. അതോടൊപ്പം എന്താണ് ഒരു മാഗ്നറ്റിന്റെ ലിഫ്റ്റിംഗ് പവർ എന്നും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഒരു മാഗ്നറ്റിന്റെ നമ്മുടെ എന്താ പറയാ ലിഫ്റ്റിംഗ് പവർ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. മാഗ്നറ്റിന്റെ ലിഫ്റ്റിംഗ് പവർ എന്ന് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, അതിനെ കൊണ്ട് ഒരു മാഗ്നറ്റെ കൊണ്ട് മാക്സിമം എന്താണ് എത്രത്തോളം ഒരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിനെ ഹോൾഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിനെ മാക്സിമം എത്ര ഫോഴ്സ് വരെ എന്താണ് ഉപയോഗിച്ച് ഇതിന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് എന്താ പറയാ ഹോൾഡ് ചെയ്യാൻ മാത്രമല്ല അട്രാക്ട് ചെയ്യാനും കൂടെ കേട്ടോ. അട്രാക്ട് ചെയ്യാനും ഹോൾഡ് ചെയ്യാനും പറ്റുന്ന ആ ഒരു സ്ട്രെങ്ത് എത്രത്തോളം ഒരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിനെ ഈ മാഗ്നറ്റ് കൊണ്ട് ഹോൾഡ് ചെയ്യാനും അതുപോലെ അട്രാക്ട് ചെയ്യാനും പറ്റുന്നുണ്ടോ ആ ഫോഴ്സ് ആണ് ആ ഒരു എന്താ പറയാ ഫോഴ്സിനെയാണ് നമ്മൾ അതിന്റെ ലിഫ്റ്റിംഗ് പവർ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇത് പല പല കാര്യങ്ങൾ കൊണ്ട് അത് എന്താ പറയാ ഡിപ്പെൻഡഡ് ആയിരിക്കും. പലപ്പോഴും എന്താണ് അതിന്റെ മാഗ്നറ്റിക് സ്ട്രെങ്ത്, എന്താ പറയാ മാഗ്നറ്റിക് സ്ട്രെങ്ത്, അതിന്റെ പോൾ ഏരിയാസ്, പിന്നെ അതിന്റെ എയർ ഗ്യാപ്സ്, ഇതുപോലുള്ള പല കാര്യങ്ങൾ ഡിപ്പെൻഡന്റ് ആയിരിക്കും അതിന്റെ എന്താ പറയാ ലിഫ്റ്റിംഗ് പവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് ഡിപ്പെൻഡന്റ് ആണ് മാഗ്നറ്റിക്കിന്റെ സ്ട്രെങ്ത്തും അതുപോലെ അതിന്റെ എയർ ഗ്യാപ്പും പിന്നെ അതുപോലെ എന്താണ് അതിന്റെ പോൾ ഏരിയാസും ഡിപ്പെൻഡന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് എങ്ങനെയാണ് അത് അഫക്ട് ചെയ്യുന്നതെന്ന് കൂടെ നമുക്ക് പറയാം. മാഗ്നറ്റിക് സ്ട്രെങ്ത് കൂടുന്നതിനനുസരിച്ച്, അതായത് അതിന്റെ എന്താ പറയാ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് എന്താണ് ഫോഴ്സും കൂടുന്നുണ്ടാവും. അതുപോലെ അതിന്റെ ഏരിയയും കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ എന്താ പറയാ ഈ ഒരു ഫോഴ്സ് കൂടുന്നുണ്ടാവും. അതേസമയം എയർ ഗ്യാപ്പ് കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ, അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു അൺഈവൻനെസ് അതിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ അത് അഫക്റ്റഡ് ആവും. അതിന്റെ ഫോഴ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന ലിഫ്റ്റിംഗ് ഫോഴ്സ് അഫക്റ്റഡ് ആവും. ഓക്കെ, സോ അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ആൻഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ട് വരുന്നത് നമ്മുടെ എന്താ പറയാ ഫ്ലക്സ് ഡെൻസിറ്റി, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയും അതുപോലെ അതിന്റെ ഏരിയ ആണ്, പോൾ ഏരിയ ആണ്. ആൻഡ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഇറ്റ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഫ്ലക്സ് ഡെൻസിറ്റി ആണ്. ഓക്കെ, ലിഫ്റ്റിംഗ് ഫോഴ്സിന്. ഓക്കെ, സോ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഇക്വേഷൻ വരുന്നത് എഫ് ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ എ ഡിവൈഡ് ബൈ 2 μ0 എന്നാണ് വരുന്നുണ്ടാവുക. സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആയിരിക്കും, വിച്ച് ഈസ് ബി സ്ക്വയർ എ ബൈ 2 μ0. ഓക്കെ, സോ അതാണ് നമ്മുടെ ഒരു മാഗ്നറ്റിന്റെ ലിഫ്റ്റിംഗ് പവർ കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ടൈപ്പ് ഓഫ് കപ്പാസിറ്റേഴ്സ് ആർ യൂസ്ഡ് ഇൻ ആർ എഫ് കപ്ലിംഗ് സർക്യൂട്ട്സ്. ഓക്കെ, ആർ എഫ് കപ്ലിംഗ് സർക്യൂട്ട്സിൽ ഏത് ടൈപ്പ് കപ്പാസിറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ ടാൻറ്റാലം, ഓപ്ഷൻ ബി ഇലക്ട്രോളിറ്റിക്, ഓപ്ഷൻ സി മോണോലിത്തിക്, ആൻഡ് ഓപ്ഷൻ ഡി മെറ്റലൈസ്ഡ് പോളിപ്രൊപ്പൈലീൻ. ഓക്കെ, സോ ഇതിൽ ഏതാണ് നമുക്ക് നോക്കാം. അതിന് മുന്നേ ആയിട്ട് എന്താണ് ഒരു ആർ എഫ് കപ്ലിംഗ് സർക്യൂട്ട് എന്നുള്ളത് ജസ്റ്റ് നമുക്കൊന്ന് എന്താണെന്ന് നോക്കാം. ഓക്കെ, സോ മെയിൻ ആയിട്ട് ഒരു ആർ എഫ് കപ്ലിംഗ് സർക്യൂട്ട് ചെയ്യുന്നത്, അതായത് ആർ എഫ് ഉദ്ദേശിക്കുന്നത് റേഡിയോ ഫ്രീക്വൻസി എന്നാണ്. സോ ആർ എഫ് കപ്ലിംഗ് സർക്യൂട്ട്സ് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റേഡിയോ ഫ്രീക്വൻസി സ്റ്റേജസ് തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട്, സിഗ്നൽസ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്, പവർ മോണിറ്റർ ചെയ്യാനായിട്ട്, ഇന്റർഫറൻസ് മാനേജ് ചെയ്യാനായിട്ട്, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ആർ എഫ് കപ്ലിംഗ് സർക്യൂട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ പലതരം എന്താ പറയാ കപ്ലിംഗ് ഉണ്ടാവാം. അതായത് നമുക്കിപ്പോ ഇൻഡക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ മാഗ്നറ്റിക് ആയിട്ടുള്ള കപ്ലിംഗ് ഉണ്ടാവാം. അത് വരുമ്പോഴത്തേക്കും കോയിൽസ് ആയിരിക്കും വരുന്നുണ്ടാവുക. ഇനി അതല്ലെങ്കിൽ കപ്പാസിറ്റീവ് ആയിട്ടുള്ള കപ്ലിംഗ് ഉണ്ടാവാം. അതായത് കപ്പാസിറ്റേഴ്സ് ത്രൂ എന്താണ് നമുക്ക് കപ്ലിംഗ് ഉണ്ടാവാം. പിന്നെ വരുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂണി ഡയറക്ഷണൽ ബൈ ഡയറക്ഷണൽ ആയിട്ട്, അതായത് ഒരു എന്താ പറയാ
സിഗ്നലിനെ സാമ്പിൾ ചെയ്യാനായിട്ട് ഒരു ഡയറക്ഷനിലേക്ക് സിഗ്നൽസിനെ സാമ്പിൾ ചെയ്യാനായിട്ട് അതല്ലാന്നുണ്ടെങ്കിൽ റിഫ്ലക്റ്റഡ് ആയിട്ട് ബൈ ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ എന്താ ഫോർവേഡും ബാക്ക്വേർഡുമായിട്ടുള്ള റിഫ്ലക്റ്റഡ് ആയിട്ടുള്ളതിനെ നമുക്ക് എന്താ പറയുക സാമ്പിൾ ചെയ്യാനായിട്ട് അതിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഒരു ആർ എഫ് കപ്ലിംഗ് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതൊക്കെയാണ് അതിന്റെ ഒരു മെയിൻ ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഒരു കപ്ലിംഗ് സർക്യൂട്ട് ചെയ്യുന്നത് എന്താണ് എന്നുള്ളത് ബേസിക്കലി എന്താണ് നമ്മുടെ സിഗ്നൽ ട്രാൻസ്ഫർ, അതുപോലെ പവർ മോണിറ്ററിങ്, പിന്നെ അതുപോലെ എന്താണ് നമ്മുടെ ഇത് ഇന്റർഫറൻസിന്റെ ഒരു മാനേജ്മെന്റ്. ഓക്കെ, സോ ഈ കാര്യങ്ങളൊക്കെയാണ് ഇത് മെയിൻ ആയിട്ട് ചെയ്യുന്നുണ്ടാവുക. സോ ഇപ്പോൾ ആർ എഫ് കപ്ലിംഗിൽ യൂസ് ചെയ്യുന്ന കപ്പാസിറ്റർ ഏത് ടൈപ്പ് എന്നുള്ളതാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ആർ എഫ് കപ്ലിംഗ് സർക്യൂട്ട്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് MLCC എന്ന് പറയുന്ന മോണോലിത്തിക് സെറാമിക് കപ്പാസിറ്റേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് കൂടെ നമുക്ക് നോക്കാം. മെയിൻ ആയിട്ട് എന്താണ് അതില് നമ്മുടെ ESR, ഓക്കെ, ഇക്വാലന്റ് സീരീസ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കുറവാണ്, വളരെ ലോ വാല്യൂ ആണ്. അത് കുറഞ്ഞു വരുമ്പോഴത്തേക്കുള്ള റീസൺ, കുറഞ്ഞു വരുമ്പോഴത്തേക്കും എന്താണ് നമ്മുടെ ഹൈ ഫ്രീക്വൻസി ഡിസൈൻസിൽ നമുക്ക് ലോസസ് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ആർ എഫ് കപ്ലിംഗ് സർക്യൂട്ടിൽ മോണോലിത്തിക് ആയിട്ടുള്ള എന്താണ് സെറാമിക് കപ്പാസിറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, മോണോലിത്തിക് സെറാമിക് കപ്പാസിറ്റേഴ്സ് ആണ് കേട്ടോ. ഇത് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഹൈ ഫ്രീക്വൻസി സിഗ്നൽ ട്രാൻസ്മിഷനിൽ ലോസസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ പറയുന്ന മോണോലിത്തിക് സെറാമിക് കപ്പാസിറ്റേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ആൻഡ് അത് ലോസ് കുറയ്ക്കുന്നതുകൊണ്ട് മാത്രമല്ല, നമ്മുടെ ഹൈ ഫ്രീക്വൻസിയിൽ സ്റ്റെബിലിറ്റിയും അതിന് കൂടുതലാണ്. ഓക്കെ, കാരണം വെച്ചാൽ ഇപ്പോൾ ടാൻറ്റാലം കപ്പാസിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അതും ലോ ESR ആണ്. ബട്ട് മോണോലിത്തിക് സെറാമിക് കപ്പാസിറ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ലോ ESR ഉണ്ട്, അതുപോലെ എന്താണ് ഹൈ ഫ്രീക്വൻസിയിലുള്ള സ്റ്റെബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മൾ മോണോലിത്തിക് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ പറഞ്ഞ ടാൻറ്റാലം കപ്പാസിറ്റർ എന്ന് പറയുന്നത് കൂടുതലും എന്താണ് കോമ്പാക്ട് ഇലക്ട്രോണിക്സ്, അതായത് നമ്മുടെ സ്മാർട്ട് ഫോൺസ്, മെഡിക്കൽ ഡിവൈസസ് അല്ലെങ്കിൽ ഓട്ടോമോട്ടീവ് സിസ്റ്റംസ് പോലുള്ള കോമ്പാക്ട് ഇലക്ട്രോണിക് ഡിവൈസസിലാണ് കൂടുതൽ നമ്മൾ ടാൻറ്റാലം കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അതേപോലെ നമ്മൾ ഇലക്ട്രോളിറ്റിക് കപ്പാസിറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഫിൽറ്ററിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. പവർ സപ്ലൈസിൽ ഫിൽറ്ററിങ്, വോൾട്ടേജ് സ്മൂത്തനിങ്, പിന്നെ അതുപോലെ എന്താണ് സിഗ്നൽസ് ബൈപ്പാസ് ചെയ്യാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇലക്ട്രോളിറ്റിക് കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടാവുക. നമ്മുടെ മെറ്റലൈസ്ഡ് പോളി പ്രൊപ്പിലിൻ കപ്പാസിറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൈ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഹൈ കറണ്ട് AC/DC ആപ്ലിക്കേഷൻസിൽ, മോട്ടോർ ഡ്രൈവ്സിൽ, പവർ സപ്ലൈസിലൊക്കെയാണ് കൂടുതലും അത് യൂസ് ചെയ്യുന്നുണ്ടാവുക കേട്ടോ. സോ ബേസിക്കലി നമ്മുടെ MLCCs RF യൂസ് ചെയ്യുന്ന ആർ എഫ് കപ്ലിംഗ് സർക്യൂട്ട്സിൽ യൂസ് ചെയ്യുന്നത് വേറെ കൊണ്ടല്ല, അതിന്റെ സൈസ്, സ്മോൾ സൈസ്, അതിന്റെ ഹൈ സ്റ്റെബിലിറ്റി, ഹൈ ഫ്രീക്വൻസിയിലുള്ള സ്റ്റെബിലിറ്റി, പിന്നെ അതുപോലെ അതിന്റെ ലോ ഇൻഡക്ടൻസ് വാല്യൂ അറ്റ് ഹൈ ഫ്രീക്വൻസീസ്, പിന്നെ എന്താണ് അതിന്റെ ലോ ESR, ഇങ്ങനെയുള്ള പല റീസൺസ് കൊണ്ടാണ് നമ്മൾ എന്താണ് ആർ എഫ് കപ്ലിംഗ് സർക്യൂട്ട്സിൽ നമ്മൾ മോണോലിത്തിക് സെറാമിക് കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ വോൾട്ടേജ് ഓഫ് എ സിംപിൾ വോൾട്ടാക് സെൽ ഈസ് ഓപ്ഷൻ എ 1.5 volt, option B 1.28 volt, option C 1.08 volt, and option D 1.4 volt. ഓക്കെ, സോ ഇതിൽ ഏതാണ് നമ്മുടെ സിംപിൾ വോൾട്ടാക് സെല്ലിന്റെ വോൾട്ടേജ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, സോ അതിനു മുമ്പ് നമുക്ക് എന്താണ് ഒരു സിംപിൾ വോൾട്ടാക് സെൽ എന്നുള്ളത് കൂടെ നോക്കാം. ഓക്കെ, സോ എന്താണ് ഒരു സിംപിൾ വോൾട്ടാക് സെൽ എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു സിംപിൾ വോൾട്ടാക് സെൽ എന്ന് പറഞ്ഞു മീൻസ് ബേസിക്കലി എ ഡിവൈസ് അത് വിച്ച് കൺവേർട്സ് എന്താണ് കെമിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി. കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് നമ്മുടെ എന്താണ് സിംപിൾ വോൾട്ടാക് സെൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതില് രണ്ട് ടൈപ്പ് ഇലക്ട്രോഡ്സ് ഉണ്ടായിരിക്കും. ഡിസിമിലർ ആയിട്ടുള്ള രണ്ട് മെറ്റൽസ് ആയിരിക്കും ഇതിൽ യൂസ് ചെയ്യുന്ന ഇലക്ട്രോഡ്സ് എന്ന് പറയുന്നത്. ഒന്ന് കോപ്പറും ഒന്ന് സിങ്കും ആണ്. ഈ രണ്ടും എന്താ പറയാ മെറ്റൽസ് ആണ് അതിന്റെ എന്താണ് ഇലക്ട്രോഡ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ആൻഡ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് അതിന്റെ സൊല്യൂഷൻ ആയിട്ട് ആക്ട് ചെയ്യുന്നത് നമ്മുടെ സൾഫ്യൂരിക് ആസിഡ് ആണ്. സോ സൾഫ്യൂരിക് ആസിഡിൽ
ഡിപ്പ് ചെയ്തിട്ടുള്ള രീതിയിൽ എന്താണ് കോപ്പറും സിങ്കും ഇലക്ട്രോഡ്സുമായിട്ട് ആക്ട് ചെയ്യുന്ന ആ ഒരു ഡിവൈസിനെയാണ് നമ്മൾ എന്താണ് ഒരു സിമ്പിൾ വോൾട്ടായിക് സെൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇതില് നമ്മുടെ കറണ്ടിന്റെ ഒരു ഫ്ലോ എന്ന് പറയുന്നത് ഫ്രം കോപ്പർ ഇലക്ട്രോഡ്സ് ടു എന്താണ് സിങ്ക് ഇലക്ട്രോഡ്സ് എന്നുള്ള രീതിയിലായിരിക്കും കറണ്ടിന്റെ ഒരു ട്രാൻസ്ഫർ എന്ന് പറയുന്നത് വെൻ കണക്റ്റഡ് യൂസിങ് ആൻ എക്സ്റ്റേണൽ ലോഡ്. ഒരു എക്സ്റ്റേണൽ ലോഡ് നമ്മൾ കണക്ട് ചെയ്യുമ്പോഴത്തേക്കും ഫ്രം കോപ്പർ ടു സിങ്ക് ആയിരിക്കും ഈ ഒരു കറണ്ടിന്റെ ഫ്ലോ ഉണ്ടാവുന്നത്. ഓക്കെ, ആൻഡ് സെയിം ടൈം ഈ പറയുന്ന നമ്മുടെ കോപ്പർ ഇലക്ട്രോൺസിന്റെ അവിടെ എന്താണ് ഒരു ബബിൾസ് അവിടെ ഫോം ചെയ്യുന്നുണ്ടാവും. അതായത് ഈ ഇലക്ട്രോൺസ് അല്ലേ, ഈ ഇലക്ട്രോൺസ് വന്നിട്ട് ഹൈഡ്രജൻ ആറ്റംസുമായിട്ട് മീറ്റ് ചെയ്ത് ഹൈഡ്രജൻ ഗ്യാസ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. സോ അതിന്റെ ഒരു ബബിൾ ഫോർമേഷൻ ആണ് ഈ കോപ്പർ ഇലക്ട്രോഡിന്റെ അവിടെ നമ്മൾ കാണുന്നത്. സോ ഈ കോപ്പർ പ്ലേറ്റിൽ നിന്ന് എന്താണ് ഒരു സിങ്ക് പ്ലേറ്റിലേക്ക്, അതായത് കോപ്പർ ഇലക്ട്രോഡിൽ നിന്ന് സിങ്ക് ഇലക്ട്രോഡിലേക്കാണ് ഒരു എക്സ്റ്റേണൽ ലോഡ് കൊടുക്കുമ്പോഴത്തേക്കും സപ്ലൈ പോകുന്നത് എന്നുള്ളത് കൊണ്ട് കോപ്പർ ഇലക്ട്രോഡ് നമുക്ക് പോസിറ്റീവ് ഇലക്ട്രോഡായിട്ടും അതുപോലെ അല്ലെങ്കിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടും അതുപോലെ സിങ്ക് ഇലക്ട്രോഡിന് നമുക്ക് നെഗറ്റീവ് ഇലക്ട്രോഡ് അല്ലെങ്കിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോഡുമായിട്ട് നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതില് നമ്മുടെ കോപ്പർ പ്ലേറ്റിന്റെ അവിടെ ഇലക്ട്രോൺസ് എത്തുമ്പോഴത്തേക്കും എന്താണ് അത് ഹൈഡ്രോജൻ അയൻസുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് എന്താ ഹൈഡ്രോജൻ ആറ്റംസ്, ന്യൂട്രൽ ആയിട്ടുള്ള ഹൈഡ്രോജൻ ആറ്റംസ് ഫോം ചെയ്യുന്നു നമ്മൾ പറഞ്ഞു. അതാണ് ബബിളായിട്ട് വരുന്നതെന്നും കോപ്പർ പ്ലേറ്റിന്റെ അടുത്ത് ബബിളായിട്ട് കാണുന്നതെന്ന് നമ്മൾ പറഞ്ഞു. സോ ഈ ഒരു ആക്ഷൻ എപ്പോ വരെ അത് നടക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിങ്ക് പ്ലേറ്റ് ഉണ്ടല്ലോ, സിങ്ക് ഇലക്ട്രോഡിന്റെയും അതുപോലെ സൾഫ്യൂരിക് ആസിഡിന്റെയും ഇടയിലുള്ള ഇൻ ബിറ്റ്വീൻ പൊട്ടൻഷ്യൽ 0.62 വോൾട്ട് ആകുന്നത് വരെയും ഈ ഒരു എന്താ പറയാ ഈ ഒരു ആക്ഷൻ നടക്കുന്നുണ്ടാവും. ഓക്കെ, വൺസ് അത് 0.60 വോൾട്ട് ആകുമ്പോഴത്തേക്കും അത് സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ കോപ്പർ പ്ലേറ്റിൽ കോപ്പർ പ്ലേറ്റിൽ ഈ പറയുന്ന പോലെ എന്താണ് ഹൈഡ്രോജൻ അയൺസിന്റെ ആ ഒരു അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ ഹൈഡ്രജൻ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആ ഒരു ഫിനോമിനൻ എന്ന് പറയുന്നത് നമ്മുടെ കോപ്പർ പ്ലേറ്റും അതുപോലെ ആ ഇലക്ട്രോലൈറ്റ് സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്ന ഇലക്ട്രോലൈറ്റും ആയിട്ടുള്ള ആ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0.46 ഓക്കെ 0.46 വരെ 0.46 വോൾട്ട് എത്തുന്നത് വരെയും എന്താണ് ഈ ഒരു ആക്ഷൻ ഉണ്ടാവും. ഓക്കെ, ആൻഡ് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ വൺസ് 0.46 വോൾട്ട് എത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഹൈഡ്രോജൻ അയൺ ഡെപ്പോസിഷൻ അവിടെ ഉണ്ടാവുന്നില്ല. സോ നമ്മുടെ സിങ്ക് ഒരു നെഗറ്റീവ് ഇലക്ട്രോഡ് ആയതുകൊണ്ട് തന്നെ എന്താണ് നമ്മുടെ ഇലക്ട്രോലൈറ്റിനെ കാട്ടി എന്താണ് കുറഞ്ഞ ഒരു പൊട്ടൻഷ്യലിലാണ് സിങ്ക് പ്ലേറ്റ് ഇരിക്കുന്നത് നമ്മൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ് നമ്മുടെ കോപ്പറിന്റെ ആ പ്ലേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രോലൈറ്റിനെ കാട്ടിയും എന്താണ് ഹയർ പൊട്ടൻഷ്യലായിട്ടായിരിക്കും ഇരിക്കുന്നുണ്ട്. സോ ഈ ഒരു വേരിയേഷൻ, സോ 0.62 അത് രണ്ടും തമ്മിലുള്ള സിങ്കും നമ്മുടെ ഇലക്ട്രോലൈറ്റും തമ്മിലുള്ള വേരിയേഷൻ ആൻഡ് 0.46 എന്ന് പറയുന്നത് കോപ്പർ പ്ലേറ്റിന്റെയും ഇലക്ട്രോലൈറ്റിന്റെയും എന്താ പറയാ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. സോ ഇതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ് ആണ് നമ്മുടെ സിമ്പിൾ വോൾട്ടായിക് സെല്ലിന്റെ എന്താ പറയാ അതിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു സാധാരണ വോൾട്ടായിക് സെല്ലിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ അതിന്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ ഒരു ഡിഫറൻസ് ആയിരിക്കും, വിച്ച് ഇസ് 0.62 മൈനസ് ഓഫ് 0.46. സോ ആ വാല്യൂ എന്ന് പറയുന്നത് 1.08 വോൾട്ട് ആണ്. ഓക്കെ, സോ അവർ ആൻസർ വിൽ ബി ഓപ്ഷൻ സി 1.08 വോൾട്ട് ആണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞു വരിക. ഓക്കെ, സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ സ്പീഡ് ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് ഓപ്ഷൻ എ 297,842 kilometer per second, option B 297,842 kilometer per minute, option C 297,842 kilometer per hour, and option D none of the above. സോ ഇതിൽ ഏതാണ് സ്പീഡ് ഓഫ് ഇലക്ട്രിസിറ്റി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ് സ്പീഡ് ഓഫ് ഇലക്ട്രിസിറ്റി എന്നുള്ളത്. ഓക്കെ, സോ ഒരു എന്താ പറയാ നമ്മുടെ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് അത് മൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന്റെ സ്പീഡ് എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു ബേസിക്കലി ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. ഓക്കെ, ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് സിഗ്നലിന്റെ സിമിലർ ആയിട്ടായിരിക്കും അത്
ട്രാവൽ ചെയ്യുന്നുണ്ടാവുക. സോ അപ്പൊ അതിന്റെ സ്പീഡ് എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ ഓൾമോസ്റ്റ് എന്താണ് ഒരു ഫ്രാക്ഷൻ വാല്യൂ ആയിരിക്കും. സ്പീഡ് ഓഫ് ലൈറ്റിന്റെ ഒരു ഫ്രാക്ഷൻ വാല്യൂ ആയിരിക്കും നമ്മുടെ ഇലക്ട്രിസിറ്റിയുടെ സ്പീഡ് എന്ന് പറയുന്നത്. സോ ഇറ്റ് വിൽ ബി സംവെയർ അറൌണ്ട് ഫ്രം 50% ടു ഓൾമോസ്റ്റ് ഒരു 99% ഓഫ് സ്പീഡ് ഓഫ് ലൈറ്റ്. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താണ് ഓൾമോസ്റ്റ് ഈക്വൽ ടു എന്താണ് നമ്മുടെ സ്പീഡ് ഓഫ് ലൈറ്റ് ആണ് വരേണ്ടുന്നത്. പക്ഷെ ഇപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നോക്കുവാണെങ്കിൽ 297,842 കിലോമീറ്റർ പെർ സെക്കൻഡ് ഉണ്ട്, പെർ മിനിറ്റ് ഉണ്ട്, പെർ അവർ ഉണ്ട്. അപ്പോ ഇതില് പെർ മിനിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് അത് 60 ടൈംസ് സ്ലോവർ ആവുകയാണ്. അതേപോലെ പെർ അവർ എന്ന് പറയുമ്പോഴത്തേക്ക് അത് പിന്നെയും ഒരു 60 ടൈംസ് അതിന്റെ സ്ലോവർ ആവുകയാണ്. ഓക്കെ, അറൌണ്ട് ഒരു 3600 ടൈംസ് അത് സ്ലോ ആവുകയാണ്. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും എന്താണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 297,842 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. ബിക്കോസ് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് സിമിലർ ടു എന്താണ് സ്പീഡ് ഓഫ് ലൈറ്റ്. ഓക്കെ, സ്പീഡ് ഓഫ് ലൈറ്റിന് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് വരുന്നതാണ് എന്താണ് 297,842 കിലോമീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത്. സോ അതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ എ 297,842 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is the resistance of the inductive coil which takes 5 ampere current across 240 volt 50 hertz supply at 0.8 power factor? Okay, so ഒരു എന്താ പറയാ ഒരു ഇൻഡക്റ്റീവ് കോയിൽ ഒരു 5 ആംപിയർ കറണ്ട് പാസ് ചെയ്യുന്ന ഒരു ഇൻഡക്റ്റീവ് കോയിൽ അതിന്റെ ഒരു എന്താ പറയാ സപ്ലൈ, അതിലേക്ക് കൊടുത്തേക്കുന്ന സപ്ലൈ എന്ന് പറയുന്നത് 240 വോൾട്ട് 50 ഹെർട്സ് സപ്ലൈ ആണ്. അപ്പൊ ഒരു 240 വോൾട്ട് 50 ഹെർട്സ് സപ്ലൈ കൊടുത്തിട്ടുള്ള ഒരു ഇൻഡക്റ്റീവ് കോയിൽ, അതിന്റെ പി എഫ് എന്ന് പറയുന്നത് 0.8 ആണ്, പവർ ഫാക്ടർ എന്ന് പറയുന്നത്. അതിൽ കൂടെ ഒരു 5 ആംപിയർ കറണ്ട് പോവുകയാണെങ്കിൽ, പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഇൻഡക്റ്റീവ് കോയിലിന്റെ എന്താണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, സോ ഇതിൽ ഓപ്ഷൻസ് വരുന്നത് ഓപ്ഷൻ എ 48 ഓം, ഓപ്ഷൻ ബി 42.5 ഓം, ഓപ്ഷൻ സി 38.4 ഓം, ഓപ്ഷൻ ഡി 26.6 ഓം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. നമുക്ക് തന്നിട്ടുള്ളത് 240 വോൾട്ട് 50 ഹെർട്സ് സപ്ലൈ ഹാവിംഗ് 0.8 പവർ ഫാക്ടർ, അതിൽ കൂടെ ഒരു 5 ആംപിയർ കറണ്ട് ക്രോസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഇൻഡക്റ്റീവ് കോയിലിന്റെ റെസിസ്റ്റൻസ് എത്രയെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. സോ ഇതിൽ ബേസിക്കലി നമ്മൾ കണ്ടുപിടിക്കേണ്ട എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ വോൾട്ടേജും കറണ്ടും അതുപോലെ പവർ ഫാക്ടറും തന്നിട്ടുണ്ട്. സോ ഇപ്പൊ ഇതിൽ നമുക്ക് പവർ കണ്ടുപിടിക്കാം. വൺസ് പി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഐ സ്ക്വയർ ആർ ഇക്വേഷൻ വെച്ചിട്ട് പി ഐ സ്ക്വയർ ആർ എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്താണ് റെസിസ്റ്റൻസ് വാല്യൂ കണ്ടുപിടിക്കാം. ഇവിടെ റെസിസ്റ്റൻസ് ഓഫ് ദി ഇൻഡക്റ്റീവ് കോയിൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ അത് ഒരു എന്താ പറയാ ഇൻഡക്റ്റീവ് കോയിലിന്റെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് എന്താണ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത്, അല്ല റെസിസ്റ്റൻസ് അല്ല. ഓക്കെ, സോ പവർ കണ്ടുപിടിച്ചിട്ട് വിച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ എന്നുള്ള രീതിയിൽ നമുക്ക് അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എന്താണ് മാറ്റിക്കഴിഞ്ഞാൽ, ഓക്കെ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് വാല്യൂ കിട്ടും. വൺസ് റെസിസ്റ്റൻസ് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് നമുക്ക് അതിൽ നിന്ന് എന്ത് കണ്ടെത്താൻ പറ്റും? യൂസിങ് പവർ ഫാക്ടർ ഇസഡ് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഇസഡ് കണ്ടെത്തി, അതായത് നമ്മുടെ എന്താ പറയുക ഇംപിഡൻസ് കണ്ടെത്താൻ നമുക്ക് പറ്റും. ആൻഡ് വൺസ് ഇംപിഡൻസ് കണ്ടെത്തി കഴിഞ്ഞു നമുക്ക് ആർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റും? ഇൻഡക്റ്റീവ് റിയാക്ടൻസ്, അതായത് എക്സ് എൽ എന്ന് പറയുന്ന നമ്മുടെ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് നമുക്ക് കണ്ടെത്താൻ പറ്റും. സോ അതെന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറയുന്നതാണ് എന്താണ് ഒരു ഇൻഡക്റ്റീവ് മെറ്റീരിയലിന്റെ എന്താണ് റെസിസ്റ്റീവ് ഇക്വാലന്റ് എന്ന് പറയുന്നത്. ഓക്കെ, റെസിസ്റ്റൻസ് ഇക്വാലന്റ് എന്ന് പറയുന്നത് ഒരു ഇൻഡക്റ്റീവ് ആയിട്ടുള്ള ഒരു മെഷീൻ, ഒരു എന്താ പറയാ ഒബ്ജക്റ്റിന്റെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എന്താണ് റെസിസ്റ്റൻസിന് ഇക്വലന്റ് ആയിട്ടുള്ള കാര്യം, അതാണ് നമ്മുടെ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറയുന്നത്. ഇതേസമയം കപ്പാസിറ്റൻസ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു കപ്പാസിറ്റി കോയിൽ അല്ലെങ്കിൽ ഒരു കപ്പാസിറ്റൻസ് കണക്ട് ചെയ്തിട്ടുള്ള ഒരു സർക്യൂട്ട് ആണ്, ഒരു ഏരിയ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ കപ്പാസിറ്റീവ് റിയാക്ടൻസ് എക്സ് സി ആണ് കാണേണ്ടിയിരുന്നത്. ഓക്കെ, സോ അപ്പൊ ഇതിൽ നമ്മൾ എക്സ് എൽ ആണ് ഫൈനലി കണ്ടെത്തേണ്ടത്. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, സോ ആദ്യം നമ്മൾ പറഞ്ഞ പോലെ പി വെച്ച് പി കണ്ടുപിടിക്കുക. പി ഇസിക്കൽ ടു വി ഐ കോസ് ഫൈ. ഇതിൽ കോസ് ഫൈ നമുക്ക് 0.8 തന്നിട്ടുണ്ട്, വി നമുക്ക് 240 തന്നിട്ടുണ്ട്, ഐ 5 ആംപിയർ കറണ്ട് തന്നിട്ടുണ്ട്. സോ അതിൽ നമുക്ക് പി വാല്യൂ കണ്ടെത്താം. 240 into 5 into 0.8 which is 960 watt. ഓക്കെ, ആൻഡ് അതിൽ നിന്ന് നമുക്ക് ആർ വാല്യൂ കണ്ടെത്താം. ബിക്കോസ് പി ഇസിക്കൽ ടു ഐ സ്ക്വയർ ആർ. സോ നമ്മൾ അങ്ങോട്ട് ഇവിടെ റീഅറേഞ്ച് ചെയ്യണമെങ്കിൽ ആർ ഇസിക്കൽ ടു പി ബൈ ഐ സ്ക്വയർ. സോ
ഇതിൽ പി നമ്മൾ കണ്ടുപിടിച്ചു 960. സോ 960 ഡിവൈഡഡ് ബൈ ഐ സ്ക്വയർ ആണ്. സോ വിച്ച് ഈസ് 5 സ്ക്വയർ. സോ 960 ഡിവൈഡഡ് ബൈ 25. ഓക്കെ, സോ അതാണ് നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് 38.4 ഓം എന്ന് പറയുന്നത്. ഓക്കെ,